പരിശുദ്ധനും പുണ്യവാനും വിളിച്ചാൽ വിളി കേൾക്കുന്ന സഹത എന്ന് അപരാഭിധാനത്താൽ പ്രസിദ്ധനുമായ നമ്മളുടെ കാവൽ പിതാവ് ഗീവർഗീസ് സഹദായുടെ ഓർമ്മ ഈ വർഷവും അനുഷ്ഠിപ്പാൻ തമ്പുരാൻ തന്ന ആയുസ്സിനും അവസരത്തിനും അനുഗ്രഹത്തിനുമായി ദൈവത്തിന് സ്തോത്രം. ഗീവർഗീസ് സഹദ നമുക്ക് നമ്മളുടെ അനുഭവങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. 1700 1800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പുണ്യവാൻ, നമ്മിൽ നിന്ന് ഏറെ അകലെ ജീവിച്ചിരുന്ന ഒരു പരിശുദ്ധനെ നാം ഇന്ന് ഓർക്കുമ്പോൾ ആ ഓർമ്മയുടെ അർത്ഥം ആ പുണ്യവാൻ ഇന്ന് നമ്മോടൊപ്പം സന്നിഹിതനാണ്, ഇപ്പോൾ അവൻ നമ്മോടുകൂടെയുണ്ട് എന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ പരിദേവനങ്ങളും പ്രയാസങ്ങളും ആകുലതകളും വ്യാകുലതകളും പുണ്യവാന്റെ മധ്യസ്ഥതയിൽ ദൈവ തിരുസന്നിധിയിൽ വയ്ക്കുമ്പോൾ സഹത നമുക്ക് അഭിമുഖമായി വന്ന് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയായി. ഓർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെയോ ഏത് നൂറ്റാണ്ടിലോ ഒക്കെ ജീവിച്ചിരുന്ന ഒരു പുണ്യവാൻ ഇന്ന് നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്നു. ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥനകളും അർത്ഥനകളും ആവശ്യങ്ങളും മധ്യസ്ഥനായി നിന്നുകൊണ്ട് സമർപ്പിച്ച് നാമമായി സംസർഗത്തിലാവുകയാണ്. അതുകൊണ്ട് ഓർമ്മ സാന്നിധ്യവും സംസർഗവുമാണെന്ന് വീണ്ടും നമ്മൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. സഹദയെ നാം ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴൊക്കെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നുവോ ആ സന്ദർഭം ദൈവം ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധനും ഇറങ്ങി വന്ന് നമ്മോട് ഒപ്പം നിൽക്കുന്നു, സന്നിഹിതനായിരിക്കുന്നു. ഭൂതകാലം വർത്തമാനമാവുകയാണ്. അതോടൊപ്പം നാമുമായി സംസർഗത്തിലായിട്ട് നാം പറയുന്നത് മനസ്സിലാക്കുന്നു. നമ്മെ തന്നെ നാം ഏതവസ്ഥയിലായിരിക്കുന്നുവോ തിരിച്ചറിയുന്നു. ആ ഒരു സംസർഗം, മുഖാമുഖമായുള്ള സംസർഗം ഈ ഓർമ്മയിൽ സംഭവിക്കുന്നു, സംഭവിക്കണം. നമ്മളുടെ അനുഭവത്തിൽ അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയും വേണം. ആമുഖമായി ഇത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്, പരിശുദ്ധനായ ഗീവർഗീസ് സഹദയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നാമത് നാം ഓർക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനകളിൽ പോലും അദ്ദേഹം കർഷക സ്നേഹിയായിരുന്നു എന്നുള്ളതാണ്. കർഷകരോടൊപ്പമായിരുന്നു. അതുകൊണ്ടാണ് കാർഷിക സംസ്കാരം നിലവിലിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴത് വ്യാവസായിക സംസ്കാരമാണ്. കാർഷിക സംസ്കാരത്തിൽ കാലാവസ്ഥ അനുകൂലമാവണം, ദുഷ്ടജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷയും വേണം. പാടങ്ങളോട് ചേർന്ന് കാടുണ്ടാവും. ആ കാടുകളിൽ ഈ പാടങ്ങളിലുള്ള കൃഷിയിടങ്ങൾ നഷ്ടമായി പോകുന്ന സാഹചര്യത്തിലുള്ള എതിർ സാഹചര്യങ്ങൾ ഈ മൃഗങ്ങളുടെ ഉപദ്രവം മുഖാന്തരമായി ഉണ്ടാവും. അപ്പോൾ കർഷകർ
പ്രാർത്ഥിക്കുന്നത് സഹതായോടാണ്. ഞങ്ങൾ കൃഷി ചെയ്യുന്നു, ആ കൃഷിയിൽ നിന്നുള്ള ഫലം ലഭിപ്പാൻ ഞങ്ങളോടൊപ്പം പാടങ്ങളിൽ, ഞങ്ങൾ പണിയെടുക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളോടൊപ്പമുണ്ടാവണം. അതുകൊണ്ട് അദ്ദേഹം കർഷകരുടെ മധ്യസ്ഥനാണ്. യഥാർത്ഥത്തിൽ ഗീവർഗീസ് എന്ന വാക്കിൻ്റെ അർത്ഥം കർഷകൻ എന്ന് തന്നെയാണ്. ഗീ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. എർഗോസ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നവൻ, പാടത്ത് പണിയുന്നവൻ അല്ലെങ്കിൽ കർഷകൻ എന്നാണ് ഗീവർഗീസ് സഹദായുടെ പേരിന് അർത്ഥവും. അതിന് ഒരു ഉയർന്ന തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഇടങ്ങളും, പ്രവൃത്തി ഇടങ്ങളും ദൈവത്തിൻ്റെ കർമ്മം നിർവഹിക്കുവാൻ ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന ഇടങ്ങളാണ്. അതൊരു വിളിയും നിയോഗവുമാണ്. കർഷകനായിരുന്നാലും ഒരു കാലത്ത് കർഷകൻ, വേറൊരു കാലത്ത് അധ്യാപകൻ, വേറൊരു സാഹചര്യത്തിൽ കച്ചവടക്കാരൻ, ഒരു വ്യവസായി, ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യാപരിക്കുന്ന ഏതൊരു പണിയെടുക്കുന്നയാളും അധ്വാനിക്കുന്ന ആൾക്കും ഗീവർഗീസ് സഹദ മധ്യസ്ഥനായി വരുന്നു എന്ന് സാരം. നമ്മൾ പ്രവർത്തിയെടുക്കുന്ന എല്ലാ ഇടങ്ങളും ഒരു പൂവാടി പോലെയാണ്. പൂക്കൾ വിടരുവാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് പാടത്ത്, പ്രവൃത്തിയിടത്ത് നമ്മൾ പണിയെടുക്കുകയാണ്. നമ്മൾ ഇടപെടുന്ന ആളുകളുണ്ട്. നമ്മൾ പ്രവൃത്തിയെടുക്കുന്ന ഉപകരണങ്ങളും പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. ഇതെല്ലാം ഇണങ്ങി വരണം. നമ്മളിണങ്ങി പ്രകൃതിയോട്, നമ്മൾ ഇണങ്ങി പ്രവൃത്തി ഇടങ്ങളിലെ ഉപകരണങ്ങളോടും ആളുകളോടും കൂടെ ഇങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യം സംജാതമാകുവാൻ തക്കവണ്ണം ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത പണിയെടുക്കുന്നവരുടെ കൂട്ടുകാരനായി, സ്നേഹിതനായി, അവരുടെ പങ്കപ്പാടുകൾ, പ്രയാസങ്ങൾ, അധ്വാനങ്ങൾ തിരിച്ചറിയുന്നവനായി സഹദ ഉണ്ടാവും. കാർഷിക സംസ്കാരത്തിൽ നിന്ന് വ്യാവസായിക സംസ്കാരത്തിലേക്കും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പുത്തൻ സാമൂഹ്യ സമകാല സാഹചര്യങ്ങളിലും എല്ലാ തലങ്ങളിലും എക്കാലവും ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന തലങ്ങളിലെല്ലാം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ സന്നിഹിതനാവുകയും നമ്മോടൊപ്പം നമ്മളുടെ അധ്വാനങ്ങളുടെ പങ്കപ്രയാസങ്ങൾ തിരിച്ചറിയുകയും സംസർഗത്തിലാവുകയും നമ്മുടെ പ്രയാസങ്ങളെ ദൈവതിരുസന്നിധിയിൽ മധ്യസ്ഥതയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹിതനാണ്, മധ്യസ്ഥനാണ് ഗീവർഗീസ് സഹദ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരു പൂവാടിയാണ് നമ്മളുടെ പ്രവർത്തനം എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അവിടെ ആവശ്യമുള്ള വിളകൾ വളർന്നു വരണം, ആവശ്യമില്ലാത്ത കളകൾ നീങ്ങിപ്പോവുകയും വേണം. ഇത് എല്ലാ തലങ്ങളിലുമുണ്ട്. വൈദിക ഇടങ്ങളിലുണ്ട്, ആത്മായ ഇടങ്ങളിലുണ്ട്, വിശ്വാസികളുടെ പ്രവർത്തന തലങ്ങളിലുണ്ട്. നമ്മൾ പ്രവർത്തിയെടുക്കുന്ന എല്ലാ ഇടങ്ങളിലും നല്ല വിളകൾ ഉണ്ടാവണം. അത് നമുക്ക് പ്രയോജനം വരും എന്ന് മാത്രമല്ല, അവിടെയൊക്കെ ഒക്കെ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുവോ അവരുടെ ജീവിതവുമാണ് ഈ ഇടങ്ങളെല്ലാം. അത് പൊരുത്തപ്പെട്ടു പോകണം. അവിടെ വിളവുണ്ടാവുകയും മനോഹരമായ പരിമളം പരത്തുന്ന പൂക്കൾ ഉണ്ടാവുകയും വേണം. കളകൾ പിഴുതെറുത് കളയുവാനുള്ള തിരിച്ചറിവുണ്ടാകണം. വിളകളിൽ നിന്ന് കളകൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളുടെ വികാരങ്ങളുടെ തലങ്ങളിൽ,
നമ്മളുടെ പ്രവർത്തികളുടെ പെരുമാറ്റങ്ങളുടെ ഒക്കെ ചുറ്റുവട്ടങ്ങളിൽ ദൈവികമായും പൈശാചികമായുമുള്ള പ്രേരണകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കർഷകനായ സഹദ നമ്മളോട് പറയുക, മക്കളെ, ഈ ഓർമ്മ കഴിക്കുന്നതും ഞാൻ നിങ്ങളുടെ മധ്യസ്ഥനായി ദൈവ തിരുസന്നിധിയിൽ നിങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നതും യാഥാർത്ഥ്യം തന്നെ. പക്ഷേ നോക്കൂ, ഈ വിളകളെല്ലാം കളകൾ വല്ലാതെ വളർന്ന് ഞെരുക്കി കളയുന്ന അന്തരീക്ഷം നമ്മളുടെ ജീവിതത്തിലുണ്ടോ? നമ്മളുടെ കുടുംബ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ നന്മ നിറഞ്ഞവരായി വളരണം. അതിന് കുഞ്ഞുങ്ങൾ മുതിർന്നവരെ നോക്കുന്നു. അവരുടെ മാതൃകകൾ അവരന്വേഷിക്കുകയാണ്. മുതിർന്ന തലമുറയിൽ ഏറ്റവും അടുത്ത മാതാപിതാക്കളാണ്, അവരിലാണ് മാതൃക അന്വേഷിക്കുന്നത്. ഈ മാതൃക അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇളം തലമുറയ്ക്ക് മുതിർന്ന തലമുറ മാതൃകയായിക്കൊള്ളണം. അങ്ങനെ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം, ഇളം തലമുറ പുലർന്നു വരണം. ഒരമ്മ അതിനനുസരണമാണോ വർത്തമാനം, പെരുമാറ്റം, അവളുടെ ജീവിതശൈലി? ഒരു ഗൃഹനാഥൻ എന്തെല്ലാം പ്രലോഭനങ്ങളാണ് ആധുനിക കാലത്തുള്ളത്. അവർ ഏർപ്പെടുന്ന കൂട്ടുകാർ, അവരും കൂടെ ചേർന്ന് വരുന്ന ചുറ്റുവട്ടങ്ങൾ, അവിടെയൊക്കെ ദൈവത്തിനിടമുണ്ടോ? ദൈവികതയ്ക്ക് സ്ഥാനമുണ്ടോ? ഇളം തലമുറയ്ക്ക് മാതൃകയാകുമ്പോണ്ടമാണോ വൈദികരായിരുന്നാലും അൽമായരായിരുന്നാലും അവർ പ്രവർത്തിയെടുക്കുന്ന ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിലെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സഹദ എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. ഓർമ്മിക്കുവാൻ, തിരുത്തലുകൾ ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുവാൻ, കൈമലർത്തി കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടിരിക്കുന്നു, പോയി നിങ്ങൾ കൈകളെ കഴുകുവീൻ എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരമായി യഹോവയായ ദൈവം ഇന്നും അരുളി ചെയ്യുന്നു. ഗീവർഗീയ സഹദ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏത് പരിശുദ്ധൻ്റെയും പരിശുദ്ധയുടെയും ഓർമ്മ നമ്മൾ നിർവഹിക്കുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ അഭിമുഖമായി നിന്നുകൊണ്ട് കൈമൽ മലർത്തുകയും കണ്ണുകൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഒരു ചോദ്യം നമ്മളോട് ആ പരിശുദ്ധൻ ദൈവനാമത്തിൽ ചോദിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. കുഞ്ഞെ, നീ നിന്റെ ജീവിതത്തെ വെടിപ്പാക്കിയോ? നിന്റെ ഹൃദയത്തെ നിന്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീ ദൈവസന്നിധിയിൽ ഒരുങ്ങിയാണോ? ഈ മധ്യസ്ഥതയ്ക്കായി നീ അടുത്തു വരുന്നത്, കൈകൾ മലർത്തുന്നത്, കണ്ണുകൾ ഉയർത്തുന്നതെന്ന് തീർച്ചയായും ഗീവർഗീയ സഹദ ഇന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഹദ ഇന്ന് നമ്മോടൊപ്പമുണ്ട്, നമ്മോട് സന്നിഹിതനായിരിക്കുന്നു. ഈ ഒരനുഭവം കൂടെ ചേർത്ത് വെച്ചിട്ട്, മൂന്നാമത് ഒരനുഭവം കൂടെ ചേർത്ത് വെച്ച് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ട് ഈ സംഭാഷണം ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം. ഈ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്നേഹിതൻ കുർബാന കഴിഞ്ഞ് ഞാൻ അതിനുശേഷമുള്ള ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്തു വന്ന് എന്നോട് അയാൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസം പങ്കുവയ്ക്കുകയായിരുന്നു. അയാളുടെ വീട്ടിൽ പാമ്പ് ശല്യം ഉണ്ടാക്കുന്നു. അത് പുരയ്ക്കുള്ളിൽ തന്നെ സാധാരണഗതിയിൽ നന്നായി മെഴുകി വൃത്തിയാക്കിയ പരിസരം, ഭിത്തിയും ഗ്രഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള തറയും. പിന്നെ എങ്ങനെയാണ് ഈ പാമ്പ് ഇതിനുള്ളിൽ കയറുവാൻ? 1-2 പ്രാവശ്യം ഇത് ആവർത്തിച്ച് കണ്ടപ്പോൾ പരിഭ്രമിച്ചു പോയി.
ഞാൻ ഒരല്പനേരം ശാന്തമായി നിന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം, എൻ്റെ അനുഭവം പങ്കിട്ടു. ചെറുപ്പകാലത്ത് പള്ളിയിൽ നിന്ന് ക്രിസ്തുമസ് സംഘം, ഗായക സംഘം, കരൾ സിംഗിങ് വീടുകളിലേക്ക് വരും. നല്ല വെളിച്ചം ഉള്ള ശരറാന്തലുമായി പാടി ഉദ്ഘോഷിച്ചുകൊണ്ട് വീടുകളിൽ വരുന്ന സന്ദർഭത്തിൽ ഒരവസരം എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ മുറ്റത്തും ഭിത്തിയോട് ചേർന്നും പാമ്പിനെ കണ്ടു. ഈ വർഗീസ് സഹോദരനോട് പ്രാർത്ഥിച്ചു. അടുത്ത പ്രാവശ്യം വന്നപ്പോഴും വീണ്ടും കണ്ടു. അപ്പോൾ എൻ്റെ അമ്മ പ്രതികരിച്ചു. അമ്മ, അത് ക്രിസ്മസ് സന്ദർഭമാണ്, ഡിസംബർ, ജാനുവരി, ആ കാലഘട്ടം. അത് കഴിഞ്ഞ് അമ്മ ഒരു നേർച്ച നേർന്നു. 12 കുഞ്ഞുങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തുകൊള്ളാം. സഹതായിക്ക് നേർച്ചയായി ദേവാലയത്തിൽ നേർച്ചയും ഇട്ട് ദേവാലയത്തിലെ വിളക്കിൽ എണ്ണയൊഴിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച് മധ്യസ്ഥതയും സഹതായുടെ നാമത്തിൽ ചെയ്തുകൊള്ളാം. പാമ്പാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ സഹത. പിറ്റേ മെയ് മാസം വന്ന സന്ദർഭത്തിൽ സഹതായയുടെ ഓർമ്മയോടനുബന്ധിച്ച് അമ്മ ആ നേർച്ച പൂർത്തീകരിച്ചു. സാധാരണഗതിയിൽ ബന്ധു ഗ്രഹങ്ങളിലെ കുഞ്ഞുങ്ങൾ, പക്ഷെ അങ്ങനെയല്ല എൻ്റെ അമ്മ ചെയ്തത്. ഏറ്റവും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏറ്റവും പാവപ്പെട്ട 12 കുഞ്ഞുങ്ങളെ വിളിച്ച് വ്രതനിഷ്ഠയോടെ ഒരുങ്ങി പ്രാർത്ഥിച്ച് പാചകം ചെയ്ത് ആ കുഞ്ഞുങ്ങൾക്ക് സമൃദ്ധമായ ഊണ് നൽകുകയായിരുന്നു. പിന്നീട് പള്ളിയിൽ കൊടുക്കേണ്ട നേർച്ചയും നിലവിളക്ക് കത്തിക്കുന്ന എണ്ണയും അത് കത്തിച്ചു. അങ്ങനെ പ്രത്യേകമായി മധ്യസ്ഥത നടത്തി. അമ്മ തിരിച്ചറിയുന്നത്, ഇത് പാമ്പിനെ കാണുന്നത് ഉപദ്രവകാരിയായ ഒന്നായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, ആകാം. പക്ഷെ അതിലും ഏറെയായി എന്തോ പ്രാർത്ഥന ഭവനത്തിൽ ചോർന്നുപോയോ, എന്തോ ആപത്തോ പ്രതികൂലതയോ വീട്ടിൽ ആസന്നമായോ, അത് അകറ്റിക്കളയേണ്ടത് ഒരുക്കത്തിൽ മധ്യസ്ഥതയടച്ച് പ്രാർത്ഥിച്ച് പാപങ്ങൾക്ക് സഹായിച്ചു വേണം എന്ന സൂചനയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു കാഴ്ച ഞങ്ങളുടെ ഭവനത്തിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടായി എനിക്ക് ഓർമ്മയില്ല. അമ്മയുടെ ആ മധ്യസ്ഥതയിൽ ഗീവർഗീസ് സഹോദരനുള്ള വിശ്വാസവും മധ്യസ്ഥതയും ഞാൻ ഈ അനുഭവം ആ സഹോദരനോട് പങ്കിട്ടു. ആ സഹോദരൻ അത് നിവർത്തിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ കാര്യങ്ങൾ അനുഭവമായി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതേ തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായി കാണും. എനിക്കത് തീർച്ചയായും ഈ നിലയിൽ ആയിക്കൊള്ളണമെന്നില്ല. അക്കാരണത്താൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന സഹതായാണ്, മധ്യസ്ഥനാണ്. ഗീവർഗീസ് സഹതായ എന്നുള്ളത് നാം നമ്മളുടെ അനുഭവത്തിൽ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. രുചിച്ചറിഞ്ഞുകൊള്ളണം. അങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, ഒരുക്കം ഉണ്ടാവണം, മധ്യസ്ഥതയ്ക്ക് ഒരുക്കമുണ്ടാവണം. 2, ഏതെങ്കിലും ഒരു കർമ്മം കൂടെ ചെയ്തിരിക്കണം. പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം നൽകുന്നതിനും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. പള്ളിയിലുള്ള മുറപ്രകാരമുള്ള നേർച്ചകളും പ്രാർത്ഥനകളും കൂടാതെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്ന ഒരു കർമ്മവും കൂടെ, ധർമ്മകർമ്മവും കൂടെ നിർവഹിച്ചു കൊള്ളണം എന്നാണ് നമ്മളുടെ പിതാക്കന്മാർ, നമ്മളുടെ മാതാക്കൾ നമ്മെ ഗീവർഗീസ് സഹോദരയുടെ ഓർമ്മയുടെ സന്ദർഭത്തിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം. നമ്മൾ യഥാർത്ഥമായും ഒരുങ്ങിയോ? നമ്മൾ പാവങ്ങളെയും കൈത്താങ്ങ് ആവശ്യമുള്ളവരെയും കൂട്ടായ്മ ആവശ്യമുള്ളവരെയും ചേർത്ത് നിർത്തുവാൻ തീർത്തും ശരിക്കും ഓർമ്മിച്ചുവോ എന്നീ ചോദ്യങ്ങളും കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്.
ഗീവർഗീസ് സഹദ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഗീവർഗീസ് സഹദ നമ്മോട് സംസാരിക്കുന്നുണ്ട്, നമ്മളുടെ വേദനകളെ അറിയുന്നുണ്ട്, നമ്മളുടെ അർത്ഥനകളെ മനസ്സിലാക്കുന്നുണ്ട്, ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നുമുണ്ട്. നമ്മളുടെ അനുഭവമാണ്. അതേസമയം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ അടുത്തു വരുമ്പോൾ നാം ഒരുക്കമുള്ളവരാണോ? നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈത്താങ്ങ് നൽകുവാൻ തക്കവണ്ണം ചേർത്ത് നിർത്തുന്നുണ്ടോ നമ്മളുടെ ഭക്തിപരമായ പ്രവർത്തനങ്ങൾ എന്നും കൂടെ സഹദ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുന്നു.